എൻ്റെ പേര് ഷിൻസി. ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നിന്ന് വരുന്നു. ഇവിടെ ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ആദ്യമായി തന്നെ കോടാനുകോടി നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത്. ഞാനതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് കരുതിയതല്ല. ഞാനൊരു 8 വർഷമായിട്ട് കേട്ടറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 8 തവണ എഴുതിയിട്ടും എനിക്ക് അത് കിട്ടിയില്ല. അതിനുശേഷം എനിക്ക് ഇനി കേട്ടറ്റ് പരീക്ഷ എഴുതുന്നില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനത്തെ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ മടുത്തു, എഴുതി മടുത്തു, ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബിൽ കൃപാസനത്തെപ്പറ്റി കാണുകയും പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത്. അത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെയൊന്ന് വരാൻ സാധിക്കണം എന്ന്. അത് ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. എനിക്ക് കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് ഞാൻ പുതുക്കി അതിനുശേഷം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ തൈലം നെറ്റിയിൽ പുരട്ടി പോയി എക്സാം എഴുതുകയും 2 മാർക്ക് കൂടുതൽ ലഭിച്ച് മാതാവിനെ വിജയിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാവർക്കും പത്രമെല്ലാം വിതരണം ചെയ്യുമായിരുന്നു. സ്കൂളുകളിൽ കൊടുക്കുമായിരുന്നു. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കൊടുക്കും, പല വീടുകളിൽ പോയി കൊടുക്കും, ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്യുമായിരുന്നു. അതെല്ലാം ചെയ്യുകയും പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നമ്മൾ പത്രം കൊടുക്കുന്നവരും ഈ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുകയും മറ്റുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ 3ാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും എനിക്ക് ഒരിക്കലും ഞാൻ കരുതിയില്ല എനിക്കൊരു പെർമനൻ്റ് ജോലി കിട്ടുമെന്ന്. എനിക്ക് മാതാവ് പെർമനൻ്റായി ഒരു ജോലി തന്ന്, നല്ലൊരു സ്കൂളിൽ ജോലി തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി.